ഇന്നത്തെ എൻ്റെ കോണ്ടക്റ്റ് അപ്പാനി ശരത്ത് ശരിക്കും ഒരു പാരലൽ വേൾഡിൽ ഇങ്ങനെ ഒരു രാജാവായിട്ട് സുഖമായിട്ട് ജീവിച്ചിരിക്കുകയാണ്. പുള്ളി സ്വയം കരുതിയിരിക്കുന്നത് പുള്ളി അഖിൽ മാരാറാണെന്നാണ്. അഖിൽ മാരാറിൻ്റെ കൂടെ ശിവചേട്ടൻ ഒക്കെ നിൽക്കുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മുടെ അക്ബർ കാണണം. പിന്നെ അതുപോലെ വിഷ്ണു ജോഷിയുടെ ഒക്കെ കൂട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ചുറ്റും വേണം. പിന്നെ പുള്ളിക്കാരൻ്റെ ശോഭയാണ് ശരിക്കും അനുമോള് ഈ ഒരു സീസണിൽ. അതായത് നാട്ടിലെ നല്ലൊരു ആളായിട്ട്, അതായത് പെങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആങ്ങള, ആ രീതിയിലുള്ള സെന്റിമെന്റ് സാധനങ്ങൾ എല്ലായിടത്തും ഇടപെടുന്നു, നന്മ, ആ ഒരു സെറ്റപ്പ്. എന്നാൽ ഈ പറഞ്ഞ അഗ്രസീവ് അഖിൽ മാരാറിൻ്റെ കൂട്ട് മിക്കവാറും അവിടെ ഡ്രസ്സൊക്കെ കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പാനി ശരത്ത് ഒരു അർത്ഥമുണ്ടൊക്കെ ഉറപ്പായിട്ടും കരുതിയിട്ടുണ്ടാവും. അതൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു അഗ്രസീവ് സാധനമൊക്കെ കാണിച്ച് സംഭവമൊക്കെ ചെയ്യും. എന്നിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഊക്കാനായിട്ട് നമ്മുടെ അനീഷിനെയാണ് നോക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ജുനൈസ് ഉണ്ടല്ലോ, ജുനൈസിനെ ഊക്കിയ പോലെ അഖിൽ മാരാറ് ജുനൈസിനെ ഊക്കിയത് അത് കൃത്യമായ കണ്ടന്റ് കൊണ്ടിട്ടാ, പോയിന്റ് കൊണ്ടിട്ടാ. ഇതങ്ങനല്ല, നീ പോടാ ആ ഒരു സ്റ്റൈലിലാണ് അപ്പാനി ശരത്തിന്റെ ഒരു രീതി. പിന്നെ അപ്പാനി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട്, എൻ്റെ പ്രേക്ഷകർ ഇന്ന കണ്ടന്റ് ഇതൊന്ന് കട്ട് ചെയ്ത് അടിച്ചേക്കണേ, മറ്റേ അത് അഖിൽ മാരാർ മറ്റേ രാജാവാവുന്ന സെറ്റപ്പ്, ഇതാണ് അപ്പാനി സ്വപ്നം കാണുന്നത്. പിന്നെ അപ്പാനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ ഫ്ലെക്സ് ഒക്കെ മിക്കവാറും വന്ന് കാണും. പിന്നെ എയർപോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും. മറ്റേ രജിത് കുമാറും റോബിനൊക്കെ ആണ് അപ്പാനിയുടെ മനസ്സിലുള്ള ചിന്തകൾ. മിക്കവാറും അനുമോളുമായിട്ട് ഒരു കോംബോ ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മറ്റേ ടോം ആൻഡ് ജെറിയൊക്കെ മറ്റേ ഷോഫയും അഖിൽ മാരാറും ഉണ്ടായിരുന്നല്ലോ, അതിന് അപ്പാനി ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കും, ഉറപ്പായിട്ടും ശ്രമിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് അപ്പാനിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതുവരെയുള്ള 2 ആഴ്ചത്തെ കാര്യമാണ്. ചിലപ്പം 100 ദിവസത്തെ ഗെയിമാണ്. പിന്നീടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി നമുക്കറിയില്ല.